കുവൈറ്റിൽ പ്രതിസന്ധി നേരിടുന്ന വിദേശി എഞ്ചിനീയർമാരുടെ പ്രശ്നപരിഹാരത്തിന് വഴിയൊരുങ്ങുന്നു. വിദേശി എഞ്ചിനീയർമാരുടെ ബിരുദ സർട്ടിഫിക്കറ്റുകൾ പ്രത്യേക സമിതിയെ കൊണ്ട് പരിശോധിപ്പിക്കും. ഇന്ത്യൻ മാനവശേഷി മന്ത്രാലയവുമായി സഹകരിച്ച എഞ്ചിനീയർമാരുടെ അക്രഡിറ്റേഷൻ പരിശോധിക്കുമെന്ന് ഇന്ത്യൻ സ്ഥാനപതിക്ക് കുവൈറ്റ് അധികൃതർ ഉറപ്പു നൽകി. കുവൈറ്റ് യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ച് നടത്തുന്ന പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും അക്രഡിറ്റേഷൻ അനുവദിക്കുക. ഇക്കാര്യം സംബന്ധിച്ച കേന്ദ്ര മാനവക്ഷേമ വകുപ്പ് മന്ത്രി പ്രകാശ് ജാവദേക്കർ കുവൈറ്റിൽ നിന്നുള്ള എഞ്ചിനീയേഴ്സ് സംഘടനാ പ്രതിനിധികൾക്ക് എത്രയും വേഗം പ്രശ്നപരിഹാരമുണ്ടാകുമെന്ന് ഉറപ്പു നൽകി. സ്ത്രീ പുരുഷ ഭേദമന്യേ തുല്യ ജോലിക്ക് തുല്യവേതനം ഉറപ്പാക്കുന്ന നിയമം UAE നടപ്പിലാക്കുന്നു. മന്ത്രിസഭാ യോഗത്തിൽ കരട് നിയമം അംഗീകരിച്ചതായി UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ട്വിറ്ററിൽ അറിയിച്ചു. ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിൽ ലിംഗവിവേചനം ഏറ്റവും കുറവുള്ള രാജ്യമാണ് UAE. മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണമെടുത്താൽ തന്നെ ഇത് മനസ്സിലാക്കാം. സർക്കാർ സ്വകാര്യ മേഖലകളിൽ സ്ത്രീകൾക്ക് വലിയ അവസരങ്ങളാണ് UAEയിലെ എല്ലാ എമിറേറ്റുകളും നൽകുന്നത്. ഇതിനിടയിലാണ് തുല്യ ജോലിക്ക് തുല്യവേതനം ലിംഗവിവേചനം കൂടാതെ നൽകാനുള്ള മന്ത്രിസഭാ ചർച്ച. നിയമം നടപ്പിലാക്കാനുള്ള കരട് മന്ത്രിസഭാ യോഗം അംഗീകരിച്ചതായി UAEയുടെ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ട്വിറ്ററിൽ കുറിച്ചു. UAEയുടെ ഭരണഘടനയിൽ പോലും സ്ത്രീക്കും പുരുഷനും തുല്യ അധികാരങ്ങൾ നൽകണമെന്നത് പ്രസ്താവിച്ചിട്ടുണ്ട്. ഭരണഘടനയുടെ അവകാശങ്ങൾ കൂടുതൽ ദൃഢമാക്കുന്നതാകും പുതിയ നിയമമെന്ന് ഷെയ്ഖ് മുഹമ്മദ് ട്വിറ്ററിൽ കുറിച്ചു. മാതൃഭൂമി ന്യൂസ്, ദുബായ്. കുവൈറ്റിൽ പൊതുമാപ്പ് കാലാവധി അവസാനിക്കുന്നതോടെ ശക്തമായ സുരക്ഷാ പരിശോധന ആരംഭിക്കാൻ ആഭ്യന്തര മന്ത്രാലയം തയ്യാറെടുക്കുന്നു. പൊതുമാപ്പ് കാലാവധി അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഇതുവരെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തിയവരുടെ എണ്ണം വെറും 33% മാത്രമാണ് എന്നാണ് കണക്ക്. അനധികൃത താമസക്കാർക്ക് രാജ്യം വിടുന്നതിനും പിഴയടിച്ച താമസരേഖ നിയമവിധേയമാക്കുന്നതിനും അവസരം നൽകിക്കൊണ്ട് കഴിഞ്ഞ ജനുവരി 22-നാണ് രാജ്യത്ത് പൊതുമാപ്പ് പ്രഖ്യാപിച്ചത്. ഏപ്രിൽ 22 വരെയാണ് പൊതുമാപ്പിന്റെ കാലാവധി. എന്നാൽ 1,51,000 വരുന്ന അനധികൃത താമസക്കാരിൽ ആകെ 51,500 പേർ മേലാണ് ഇതുവരെ അവസരം പ്രയോജനപ്പെടുത്തിയത് എന്നാണ് കണക്ക്. 30,000 ഇന്ത്യക്കാരാണ് രാജ്യത്ത് അനധികൃത താമസക്കാരായി ഉണ്ടായിരുന്നത്. ഇവരിൽ 10,500 പേരാണ് രാജ്യം വിടുന്നതിന് എംബസി വഴി ഔട്ട് പാസ് വാങ്ങിയത്. 2,500ഓളം പേർ സ്വന്തം പാസ്പോർട്ട് വഴി രാജ്യം വിടുകയും 5,000ഓളം പേർ ഇതിനകം താമസരേഖ നിയമവിധേയമാക്കുകയും ചെയ്തു. അർബുദ രോഗികൾക്ക് പകുതി നിരക്കിൽ ടിക്കറ്റ് അനുവദിക്കാൻ സൗദി എയർലൈൻസ് ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചു. അംഗപരിമിതർക്കുള്ള നിരക്കിളവ് അർബുദബാധിതർക്കും അനുവദിക്കാനാണ് തീരുമാനം. അർബുദ രോഗികളായ സ്വദേശികൾക്ക് എല്ലാ സെക്ടറിലും ഇക്കണോമി ക്ലാസ് ടിക്കറ്റുകൾക്കാണ് നിരക്കിളവ് അനുവദിക്കുന്നത്. വിദേശികൾക്ക് ആഭ്യന്തര സെക്ടറിൽ മാത്രമാണ് 50% നിരക്കിളവ്. രോഗികളെ അനുഗമിക്കുന്നവർക്കും ടിക്കറ്റ് നിരക്കിൽ ഇളവ് ലഭിക്കും. അനുഗമിക്കുന്ന മുഴുവൻ കുടുംബാംഗങ്ങൾക്കും ഇളവ് ലഭിക്കാൻ അർഹതയുണ്ടെന്നും സൗദി ഡയറക്ടർ ബോർഡ് വ്യക്തമാക്കി. വൃക്ക, കരൾ, ശ്വാസകോശം, ഹൃദയം എന്നിവ മാറ്റിവെച്ച സ്വദേശികൾക്ക് 25% നിരക്കിളവ് ലഭിക്കും. വർഷം 3 ടിക്കറ്റുകൾ വീതം 2 വർഷമാണ് നിരക്കിളവ്. രോഗിയുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ച് 1 വർഷം കൂടി ടിക്കറ്റ് നിരക്കിൽ ഇളവ് അനുവദിക്കും. വൃക്ക ദാനം ചെയ്യുന്ന സ്വദേശി പൗരന്മാർക്കും 50% ടിക്കറ്റ് നിരക്കിൽ ഇളവ് ലഭിക്കും. അന്ധരായ സ്വദേശികൾക്കും വിദേശികൾക്കും ആഭ്യന്തര അന്താരാഷ്ട്ര സെക്ടറുകളിൽ 50% നിരക്കിളവ് അനുവദിക്കുമെന്നും സൗദി എയർലൈൻസ് വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, റിയാദ്. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ പേരിൽ വ്യാജ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്ത ട്രേഡിംഗ് കമ്പനിക്കെതിരെ 1 ലക്ഷം റിയാൽ പിഴ ചുമത്തി. ജെൻസ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മൊത്ത വ്യാപാരത്തിനെതിരെയാണ് ദമാം ക്രിമിനൽ കോടതി പിഴ ശിക്ഷ വിധിച്ചത്. ദമാമിലെ ആലിമുത്തോഫിർ ട്രേഡിംഗ് കമ്പനിക്കെതിരെയാണ് വ്യാജ റെഡിമെയ്ഡ് വസ്ത്രം വിതരണം ചെയ്തതിന് പിഴശിക്ഷ വിധിച്ചത്. പിടിച്ചെടുത്ത വ്യാജ ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ കണ്ടുകെട്ടാനും കോടതി ഉത്തരവിട്ടു. കമ്പനിയുടെ പേരും നിയമലംഘനവും ശിക്ഷയും സംബന്ധിച്ച വിവരങ്ങൾ കമ്പനി ഉടമയുടെ ചെലവിൽ 2 പ്രാദേശിക പത്രങ്ങളിൽ പരസ്യം ചെയ്യണമെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ദുരുപയോഗം ചെയ്ത് വ്യാജ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്നതായി വാണിജ്യ മന്ത്രാലയത്തിന് പരാതി ലഭിച്ചിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വ്യാജ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നത് കണ്ടെത്തിയത്. വിൽപ്പനയ്ക്ക് വെച്ച ഷോറൂമിൽ നിന്ന് 800 വ്യാജ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ വാണിജ്യ മന്ത്രാലയം പിടിച്ചെടുത്തിരുന്നു. കൂടുതൽ അന്വേഷണം നടത്തിയ പബ്ലിക് പ്രോസിക്യൂഷൻ ക്രിമിനൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. വിചാരണയ്ക്കു ശേഷമാണ് വ്യാജവസ്ത്രം വിൽപ്പന നടത്തിയ സ്ഥാപനത്തിനെതിരെ കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. മാതൃഭൂമി ന്യൂസ്, റിയാദ്. അഭിനയത്തിലൂടെ കുട്ടികളുടെ വ്യക്തിത്വ വികസനം പരിപോഷിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് റിയാദിലെ നാടക പ്രവർത്തകരുടെ കൂട്ടായ്മ തട്ടകം. ഇതിന്റെ ഭാഗമായി 60-ലേറെ കുട്ടികളെ അണിനിരത്തി നാടകം അരങ്ങിലെത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ.
മാസം 13-ന് റിയാദ് അൽ ഖൈർ അൽ ഒവൈദ ഫാം ഹൌസിൽ നടക്കുന്ന 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് തട്ടകം ചിൽഡ്രൻസ് തിയേറ്ററിലെ കുട്ടികൾ കഞ്ചൂസ് എന്ന നാടകം അരങ്ങിലെത്തിക്കുന്നത്. മാസങ്ങളായി തുടരുന്ന നാടക കളരിയിൽ പരിശീലനത്തിലാണ് കുട്ടികൾ. നാടകം ചിട്ടപ്പെടുത്തിയത് മനോജ് നാരായണനാണ്. കളിക്കൂട്ടത്തിലെ കുട്ടികളെല്ലാം തന്നെ നല്ല മിടുക്കരാണ്. അവർ കഞ്ചൂസ് എന്ന് പറയുന്ന അവർ തന്നെ ക്രിയേറ്റ് ചെയ്തൊരു നാടകമാണ് കളിക്കുന്നത്. കാരൂർ നീലകണ്ഠപിള്ളയുടെ ചെറുകഥ അടിസ്ഥാനമാക്കി സുരേഷ് ബാബു ശ്രീസ്ത രചിച്ച മരപ്പാവ എന്ന നാടകവും അരങ്ങിലെത്തും. നാടക രചയിതാവും സംവിധായകനുമായ ജോയ് മാത്യു ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുമെന്ന് സംഘാടകരായ ഇസ്മായിൽ കണ്ണൂർ, പ്രമോദ് കോഴിക്കോട് എന്നിവർ പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, റിയാദ്. ഷാർജ സർക്കാരിന് കീഴിൽ കുതിരകളെ ചികിത്സിക്കുന്ന ഒരു ആശുപത്രിയുണ്ട്. ഷാർജ ഇക്വൻ ആശുപത്രിയിലെ കാഴ്ചകൾ ചിത്രീകരിക്കാൻ മാതൃഭൂമി ന്യൂസിന് അവസരം ലഭിച്ചു. ആദ്യമായാണ് ഒരു ഇന്ത്യൻ ടെലിവിഷൻ ചാനൽ ആശുപത്രിക്കുള്ളിൽ ചിത്രീകരണം നടത്തുന്നത്. മനുഷ്യരുടെ ആശുപത്രിയുടെ സമാനമായ ആശുപത്രി തന്നെയാണ് കുതിരകൾക്കും ഷാർജ തയ്യാറാക്കിയിട്ടുള്ളത്. OP വിഭാഗമാണ് ആദ്യം കാണുക. ഇവിടെ നിന്ന് പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം എക്സ്റേ, സ്കാനിംഗ് തുടങ്ങിയവയ്ക്കായി പ്രത്യേക മുറികളുണ്ട്. 50 ലക്ഷം രൂപ ചെലവുള്ള അത്യാധുനിക എക്സ്റേ യന്ത്രമാണ് ഷാർജയിലെ കുതിരകളുടെ ആശുപത്രിയിൽ ഉപയോഗിക്കുന്നത്. ഓപ്പറേഷൻ തിയേറ്ററും ലോക നിലവാരത്തിലുള്ളത് തന്നെ. ഇത് ഞങ്ങൾ ഓപ്പറേഷൻ ടേബിൾ, ഇതിൻ്റെ മുകളിൽ ഈ കാണുന്ന ബെഡ് എയർ ഫിൽഡാണ്. കാര്യം എന്ന് വെച്ചാൽ കുതിരയെ നമ്മൾ നല്ല ബെഡിങ് ഇല്ലാതെ കിടത്തിയാൽ അത് സർജറി കഴിഞ്ഞ് എണീക്കുമ്പോൾ അതിന് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും, ലൈക്ക് മസിൽ പ്രോബ്ലം, നെർവ് പ്രോബ്ലം. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെച്ചേക്കുന്ന ഒരു എയർ ബെഡാണ്. ഓപ്പറേഷന് ശേഷം ക്രെയിനിലാണ് കുതിരകളെ മുറിയിലേക്ക് മാറ്റുക. ബോധം വരുമ്പോൾ ഭിത്തിയിലിടിച്ച് പരിക്കേൽക്കാതിരിക്കാൻ റബ്ബർ കൊണ്ട് ഭിത്തി ആവരണം ചെയ്തിരിക്കുന്നു. ചികിത്സയ്ക്ക് ശേഷം കുതിരകളെ പരിചരിക്കാൻ പ്രത്യേക മുറികളും ആശുപത്രിയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കുട്ടികൾ ഉണ്ടാകാനുള്ള ചികിത്സയ്ക്കും ആശുപത്രിയിൽ പ്രത്യേക ഇടമുണ്ട്. കുതിരകളുടെ ലോകം വലുതാണ്, അവയുടെ രോഗങ്ങളും വലുതാണ്. പക്ഷേ അവയെ പരിചരിക്കാൻ ലോകത്തിലെ മുന്തിയ സൗകര്യമുള്ള ഒരു ആശുപത്രി തന്നെയാണ് ഷാർജ ഭരണകൂടം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അതിന് ചുമതലക്കാരൻ കൂടിയാണ് ഡോക്ടർ റിനോൾസൺ. ക്യാമറമാൻ ജോബിൻ ഇഗ്നീഷ്യസിനൊപ്പം ഐപ്പു വള്ളികാടൻ, മാതൃഭൂമി ന്യൂസ്.